വിചാരണ നേരിടേണ്ടതില്ലല്ലോ. ഇങ്ങനെ മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും അതാ ചിന്തിച്ചപ്പം പാടിപ്പോയതാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിച്ച് പറയുകയല്ല. എത്ര മനുഷ്യരായി ഇവിടെ വന്ന് കഴിഞ്ഞു പോയത്, എത്ര ക്യാമന്മാർ വന്നിട്ടുണ്ട്, എത്രയെത്ര ദല്ലാപന മുതലാളിമാര് വന്നിട്ടുണ്ട്. ഒക്കെയും പത്തി വിടർത്തി രണ്ട് മീസാൻ കല്ലുകൾക്കിടയിൽ അതാ ഒടുങ്ങിയില്ലേ. മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിന്നൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ച പിന്നെ ഉണ്ടു മർത്യൊരന്തമറ്റ ജീവിതം ഉള്ള കാര്യമോർക്കണേ. പ്രശസ്തനായ സീസറും പ്രഗത്ഭനായ ഹോമറും പ്രജ്ഞയറ്റു സോളമനും തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തില്ലെങ്കിൽ പിന്നെ നമുക്കെന്തു ശംഖമാറ്റമൊന്നുമില്ലതിൽ. ഹോമർ പോയെങ്കിൽ, പ്രശസ്തനായ സീസർ പോയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്നിനും കൊള്ളാത്ത കഴിവില്ലാത്ത ചിന്താശേഷി ക്ഷയിച്ചു പോയ നമ്മൾ പോകുമെന്നതിൽ സംശയമുണ്ടോ? ആദം നബി മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നമുക്കില്ലേ. മണിമത്തയിൽ കിടന്നുല്ലസിച്ചവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ കാലഘട്ടം എത്രയായി, എത്ര ആളുകൾ മരിച്ചുപോയി. മണിമത്തയിൽ കിടന്ന് സ്വന്തം ഭാര്യയോടൊപ്പം ഉല്ലസിച്ചവരാണ്. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ. അവനന്യമത്തവ കുതിരപ്പുറത്ത് സവാരി ചെയ്തവനല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല AC കാറിൽ യാത്ര ചെയ്തവനല്ലേ. വിട്ടുപോയില്ലേ, കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ. അവളന്യമത്തയിൽപ്പെട്ടതത്ഭുതമല്ലേ. നമുക്കൊരേ ബെഡിലിരുന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം തന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖബറിൽ നമ്മോടൊപ്പമില്ല. അവളൊരു അന്യമത്തയിലാണ്. അതാണ് ബഹുമാനപ്പെട്ട യാഫിഈ തങ്ങൾ പറഞ്ഞത്, റുകൂബുൻ അശിയൻ സാഹും റുകൂബ അലൽ ഖൈലിൽ അതീഖാത്തിൻ നിസാബി. മയ്യത്ത് കട്ടിൽ കയറിപ്പോകുന്നൊരു ദിവസമുണ്ട്. ആ മയ്യത്ത് കട്ടിൽ സ്വാത്വികരായ മനുഷ്യരുടെ നല്ല കുതിരപ്പുറത്തുള്ള സവാരിയെ മറപ്പിച്ചുപോയി. AC കാറിൽ AC-യിട്ടുള്ള യാത്രയെ അതാ മയ്യത്തുകട്ടിൽ മറപ്പിച്ചുപോയി. ഈ മയ്യത്തുകട്ടിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു ദിവസമെത്തും, നിങ്ങളെ വീടിൻ്റെ മുറ്റത്തൊരു ദിവസം വരും. നിങ്ങളെ കുളിപ്പിച്ചത്രയും കാലം സ്വന്തമായി കുളിച്ച നിങ്ങളെ കൂട്ടുകാർ കുളിപ്പിക്കും. അതാ സ്വന്തമായി എഴുന്നേറ്റ് നടന്ന നിങ്ങളെ എടുത്തുകൊണ്ടുപോയി മയ്യത്ത് കട്ടിലിൽ വെക്കും. ആ മയ്യത്ത് കട്ടിലോ AC-യുള്ള വാഹനമല്ല, കാറ്റ് വരുന്ന വാഹനമല്ല, ഡ്രൈവ് ചെയ്തു പോകുന്ന വാഹനമല്ല. പിന്നെയോ പിടിച്ച് തോളിലേറ്റി കൊണ്ടുപോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരോരുമില്ലാത്ത പള്ളിക്കാട്ടിലേക്കുള്ള അന്ത്യമായ യാത്ര, വിവരമറിയാത്ത ലോകത്തേക്കുള്ള യാത്ര, ചെന്നു നോക്കാനാവാത്ത ലോകത്തേക്കുള്ള യാത്ര. പൊൻകമ്പിലെറ്റർ സർവവും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്ത അത്ഭുതമല്ലേ. ഈ 4 കണ്ടം ദേശത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോയ തൻ്റെ പ്രിയപ്പെട്ട മകൻ എയർപോർട്ടിലെത്തിയപ്പോൾ ഒന്ന് വിളിച്ചുമ്മ, ഞാൻ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. പ്ലെയിൻ കയറിയപ്പം വിളിച്ചുമ്മ, പ്ലെയിൻ കയറിയിട്ടുണ്ട്.
ഫ്ലൈറ്റ് ഇറങ്ങിയപ്പം വിളിച്ചു ഉമ്മ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ജോലിയിൽ കയറിയപ്പം വിളിച്ചു ഉമ്മ സുഖമാണ്, ജോലിയിലാണ്. അതേ സമയത്ത് വിട്ടുപിരിഞ്ഞ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ഉമ്മാക്ക് ഒരു കമ്പി പോലും പോകുന്നില്ല. മൊബൈൽ മുഖേന സംസാരിക്കാൻ കഴിയുന്നില്ല. ഫോൺ കമ്പി ലെറ്റർ സർവവും നിലച്ചില്ലേ. അവർക്കുള്ള ഹാലറിയാത്ത അത്ഭുതമല്ലേ. യാഫീദങ്ങൾ പറയാണ്, ആ വാഹനം വീടിന്റെ മുറ്റത്തെത്തുമ്പോ ആ വാഹനത്തെ മയ്യത്തുകട്ടിലിനെ നമ്മുടെ നാട്ടിലുള്ള വാഹനങ്ങൾ മറപ്പിച്ചു പോയി. വലൈലുൽ ഖബ്രി അൻസാഹും ബിലൈലി ബിഹി ഉർസുൽ ഖലിഹാത്തിൻ നിഹാബി വൻസാഹും ലിഫുർസിൻ നാഇബാതി ലഹാ ഖദ് സുയിനുഹു ഫുർസുത് തുറാബി. ഒരു രാത്രി വരുന്നുണ്ട്. ഏത് രാത്രി? തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം കഴിഞ്ഞ ആദ്യ രാത്രി, മധുവിധുവിന്റെ സുമോഹന നിമിഷങ്ങളുടെ രാത്രി. ആ രാത്രിയെ മറപ്പിച്ചു പോയി. ഏത് ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട മറ്റൊരു ആദ്യ രാത്രി വരുന്നുണ്ട്. ആ ഖബറിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയില്ല, തന്റെ പ്രിയപ്പെട്ട ബാപ്പയില്ല, ഉമ്മയില്ല, മക്കളില്ല, നാട്ടുകാരില്ല. ആ ഖബറിലേക്ക് പോകുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആ രാത്രിയെ മറപ്പിച്ചു പോയി. ഏതു രാത്രിയെ? ഭാര്യയോടൊപ്പം കഴിയുന്ന രാത്രിയെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി മുത്തുനബിയുടെ മകളാ ഫാത്തിമ. മുത്തുനബിയുടെ സ്വഭാവം പിടിച്ചു പറ്റിയ മകള്, മുത്തുനബിയുടെ രൂപം പിടിച്ചു പറ്റിയ മകള്, മുത്തുനബിയുടെ നടത്തമുള്ള മകള്, മുത്തുനബിയുടെ ഇരുത്തമുള്ള മകള്. മുത്തുനബിയെ മുറിച്ചു വച്ചതുപോലെയാണ് ഫാത്തിമയെ കണ്ടാൽ. ഫാത്തിമയൊന്ന് ചിരിച്ചാൽ ഹബീബ് ചിരിക്കുന്നത് പോലെയാ. ആ ഫാത്തിമ മണവാട്ടിയായി വന്നു. ആരെ വീട്ടിലേക്ക്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലിയാര് തങ്ങളെ വീട്ടിലേക്ക് ആദ്യ രാത്രി ചെന്നപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്, മധുവിധു വിളയേണ്ട രാത്രിയാണ്. പക്ഷേ മറ്റൊരാദ്യ രാത്രി വരുന്നുണ്ട് ഫാത്തിമ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദാമ്പത്യം നാളേക്ക് നീട്ടിവെച്ചുകൂടെ? സമ്മതം കൊടുത്തു മുത്തുനബിയുടെ മോള്. അലിയാര് തങ്ങളെ നമുക്കങ്ങനെയാവാം, നാളെയാക്കാം. പിറ്റേന്ന് വന്നപ്പോഴും ഇതേ മറുപടിയും ചോദ്യവുമാണ്. എന്നാൽ അവരന്നും അതുപോലെ വരുന്ന മറ്റൊരാദ്യ രാത്രിക്ക് വേണ്ടി അവർ കുഴിഞ്ഞു വച്ചു. 3 ദിവസമായി. 3 ദിവസവും മധുവിധ ആസ്വദിച്ചില്ല. തറകാ ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ. തറകാ ഫിറാശഹുമാ, അവർ രണ്ടുപേരും അവരുടെ വിരുപ്പ് വലിച്ചെറിഞ്ഞു. വഖാമാ ഫിദ്ദുജാ, ഇരുളിൽ നിന്ന് നിസ്കരിച്ചു. യതലദദാനി ബിതഅത്തിർ റഹ്മാനി, ഖാലിഖായ അല്ലാഹ് ആരാധന ചെയ്യുന്നതിൽ അവർ രസം കണ്ടെത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു ആദ്യരാത്രി വരാനുണ്ട്. ഒരാദ്യരാത്രി എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഒരു നല്ല ആദ്യരാത്രി കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇനി മറ്റൊരു ആദ്യരാത്രി വരാനുണ്ട്. ആ ആദ്യരാത്രി എവിടെയാണെന്നറിയുമോ? ഒരു പായ പോലുമില്ലാത്ത വീട്ടിലാ, റൂമിലാണ്. ഒരു പേപ്പർ പോലും പിരിച്ചു തരാത്ത റൂമിലാണ്. അലദ്ദൂദുൽ ഹുദൂദ വവാസ ഫിഹാ ഉകൂലൽ ബഹിയാത്തി തിറാബി. അവിടെ അങ്ങ് കിടത്തുന്നതോടുകൂടെ നിന്റെ ആ സോപ്പ് തേച്ച് മിനുക്കിയ കവിളില്ലേ പെണ്ണേ, നീ അതാ ലിറ്റിക്കിട്ട് ചുവപ്പിച്ച ചുണ്ടില്ലേ, സോപ്പ് കൊണ്ട് തേച്ചുരച്ച് മിനുസപ്പെടുത്തിയില്ലേ, നീ അതാ പൗഡറിട്ട് വെളുപ്പിച്ച നിന്റെ മുഖമില്ലേ,
കണ്ണെഴുതിയ കണ്ണില്ലേ അവിടെ അതാ അലദൂദുൽ ഖുദൂദ വവാസ ബിഹാ ഉഖൂലൽ ബഹിയാത്തി തിറാബി ആ കവിളിലൂടെ പുഴുക്കളരിച്ചുള്ളിലേക്ക് കയറിപ്പോയി ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖത്ത് അതാ ഒരു ദ്വാരം പ്രത്യക്ഷപ്പെട്ടുപോയി കബറിൽ വെക്കുന്നതോടുകൂടെ